എന്താണ് പണി? സ്റ്റെറിലൈസിങ്. ചൂടുവെള്ളത്തിൽ കഴുകുക. ഇത് ഡിഷ് വാഷും എക്സോയും എല്ലാം കൂടി ഇതാക്കിയിട്ട് സോപ്പിട്ട് കഴുകി സോപ്പിട്ട് നല്ല പതച്ച് കഴുകിയിട്ട് ഹീറ്ററിൽ നിന്ന് വെള്ളത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വയ്ക്കും. അയ്യോ, കലം കഴുകിയത് ചോറ് വയ്ക്കണ കലം കഴുകുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമല്ലേ എപ്പോഴും? ഇവിടെ ഇടയ്ക്ക് പാറ്റ കയറും. അപ്പോൾ ഇത് ഫുള്ളായി അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് എന്നിട്ട് അതിട്ട് വെച്ചിരിക്കുന്നതിലും ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒഴിച്ച് വെച്ച് അത് സോപ്പിട്ട് ഫുള്ള് കഴുകിയിട്ട് അതിൽ ഇതുണ്ടായിരുന്നു ഇതാക്കിയിട്ടുണ്ട്. ജലദോഷം പിടിക്കും. ഇന്നലെ മമ്മി പറഞ്ഞ ഒറ്റമൂലി കഴിച്ചപ്പോൾ ഇങ്ങനെ ഇളകി പറഞ്ഞുണ്ട്. സ്വന്തം കുടിച്ചാൽ പോരായിരുന്നു. സ്വന്തം കുടിച്ചാൽ പോരായിരുന്നു. അത് കുടിച്ചപ്പോൾ പഴുത്ത് പോയാ. ഇവിടെ അടുത്തെവിടെയെങ്കിലുവേ ഇത് മറ്റേ ഇത് കല്ലിൽ ഇതാക്കാന്നാണ് ഇത് ചെയ്യാം. ഇത് പക്ഷെ ഇത് എവിടെ കൊടുക്കുമോ അറിയില്ല. ഇതിവിടെ ഏതെങ്കിലും ആലയിൽ കൊടുത്തിട്ട് നാട്ടിൽ പോകുമ്പോൾ അവിടെ ആലയിൽ കൊടുത്തിട്ട് ഇതാക്കണം. അത് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ മൂർച്ച പോകുന്നു. അങ്ങനെ പുതിയത് വാങ്ങിയാൽ പോലെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. പൊട്ട ആ ഒരാഴ്ച പോലും നിൽക്കത്തില്ല. അത് ഇതായി പോകും, മൂർച്ച പോകുന്നു. ഏത് മേടിച്ചാലും അത് മേടിച്ചിട്ട് അത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഈ എക്സിബിഷൻ കല്ലൂർ എക്സിബിഷൻ മേടിച്ചത് അന്ന് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ചെയ്യേണ്ടിയിരുന്നു. അയാൾ അത്ര ഉറപ്പ് പറഞ്ഞത്. എനിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഭയങ്കര ഇതല്ല. നല്ല ചൂടാണ്. തിളച്ച വെള്ളത്തിൽ ഇട്ട് വെള്ളം ചൂടാൻ കുഴച്ചു. ചായയും കാപ്പിയൊക്കെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഈ ജലദോഷം തന്നെ ഷെയർ ചെയ്തോ? ഞാൻ ഓടിക്കണ വണ്ടി കയറി ഇരുന്ന കിട്ടത്തില്ല. ശ്വാസോച്ഛ്വാസത്തിൽ കൂടി ഇതാവും. ഞാൻ പാട്ട് പാടിയ കോപ്പിറൈറ്റ് കിട്ടും നമുക്ക്. മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. യേശുദാസ് പാടുന്ന പറയുന്നുണ്ട്. കുറച്ച് കഴിവാണല്ലേ. ഞാൻ ഈ സ്പൂണൊക്കെ വെച്ച് ഇത് ടാറ്റ ബോക്സ് ഇതാക്കാതെ ഇത് തന്നെ ഇങ്ങനത്തെ സെപ്പറേറ്റ് വെച്ച് തന്നെ കൊണ്ട്. കാരണം എനിക്കറിയാം എന്തായാലും ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പം അത് കാരണം ഇനി ഇത് സ്വസ്ഥത കിട്ടത്തില്ല. ബെഡ്ഷീറ്റ്, ചീപ്പ്, ടവല് എല്ലാം ഇതുപോലെ ആഴ്ചയോടെ ആഴ്ച ഇതുപോലെ മാറ്റി എന്നിട്ട് ഇതുപോലെ കഴുകി. ഇത് ആഴ്ചയോടെ ഒന്നും ചെയ്യത്തില്ല, ഒരു മാസത്തിലൊക്കെ ചെയ്യുള്ളൂ. ഇതിലോ അല്ലെങ്കിൽ അഴുക്കാവുന്നെന്ന് കാണുമ്പോൾ നമ്മളെങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ ശരിക്കും ഒരു പുറത്തൊരു ഈ ഇത്രയും സ്ഥലം വേസ്റ്റ് ചെയ്തതിന് പകരം അതൊരു ഓപ്പൺ ബാൽക്കണി കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അത്രയും സ്പേസും കൂടെ കിട്ടിയാണ്. ചുമ്മാ ആ സ്പേസ് താഴെ അതേപോലെ താഴെ കാണുമ്പോൾ ഞാൻ ഇത്രയും സ്പേസ് ഒരു കാര്യമില്ലാതെ അതൊരു ഗാർഡൻ അല്ല, ഒരു ഇതുമില്ല, ചുമ്മാ അത് വേസ്റ്റ് ചെയ്തു. ഞാൻ അവരോട് അസോസിയേഷനോട് ചോദിച്ചിട്ട് പണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളത്. അത് ഇവിടെയാണ് ആ ഓഷ്യാനോസിലാണോന്ന് അറിയത്തില്ല. വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാമെന്ന്. അങ്ങനെ എനിക്ക് നല്ല പ്ലാവ മാവൊക്കെ കൊണ്ട് നടക്കാമെന്ന്. എത്ര കിലോന്റെ എന്തുമാത്രം ഇതായിരുന്നു കിട്ടിയെന്നറിയോ. ഞാൻ ആ പയർ നട്ടിട്ട് ഇഷ്ടം പോലെ ഇതൊരു നാടൻ പയർ വെച്ച് അതിലേ പോകുന്ന പശുക്കളുടെയും കാളയുടെയും എല്ലാത്തിൻ്റെ കടയിലൊക്കെ വെള്ളം വീണ് ചാണകം, ചാമ്പല്, ഫുഡിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, മീൻ കഴുകുന്ന വെള്ളം
എല്ലാം കൊണ്ട് ഒഴിച്ചു കൊടുക്കും. മനുഷ്യന്മാരെ കുത്തിക്കേക്ക് തീറ്റിപ്പിക്കും പോലെ തന്നെ ഞാൻ ഇതാക്കി ചെടികൾക്കും കൊടുക്കും. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ, മനസ്സിലുള്ള സാറ്റിസ്ഫാക്ഷൻ. നാട്ടിലെ വീട്ടിൽ പോയിട്ട് വീണ്ടും അതുപോലെ ഇതാക്കണം. ഞാൻ ടെറസിൽ മറ്റേ ബസ് വർക്ക് ചെയ്യാതെ തന്നെ, അതുകൊണ്ട് എനിക്ക് ടെറസിൽ കൃഷി ചെയ്യാനായിട്ട് ഇതിന്റെ ഇരുമ്പിന്റെ എന്തോ കറ പിടിച്ചിട്ട് അത് പോകുന്നില്ല. ചൂടുള്ള തെറുക്കുണ്ട് നല്ല ചൂട്. അത് അത് മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, അത് വെക്കുന്ന സ്പേസും കൂടെ ഒന്ന് വൃത്തിയാക്കാറ്. പണ്ടേ ചെവിയിൽ വണ്ടി കയറി കൊച്ചാച്ചി പുനലൂരായിരുന്ന സമയത്ത് അവിടെ കോട്ടയത്തിൽ വെക്കേഷനും പോയതാണ്. അവിടെ നിന്ന് ചെവിയിൽ ഇത് കയറി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഇത് കൊച്ചാച്ചി മാമച്ചിയുടേതായ രീതി, മാമിയുടേതായ രീതി, എൻ്റെ ഒരു വക ആദ്യമായിട്ടുള്ള ഞാനും കഴിഞ്ഞു. അങ്ങനെ ഇതിനെ ഇങ്ങനെ കുത്തി 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 ഉള്ളിലോട്ട് കയറ്റി വെച്ചു. അവിടെ ചെന്നപ്പോൾ കറ്റ എത്തി. എല്ലാം ഇത് കഷ്ണമാക്കിയിട്ട് വണ്ടിനെ, കറുത്ത വണ്ടിയിലെ കുഞ്ഞി, ആ കറുത്ത വണ്ടിനെ കഷ്ണമാക്കി. പുനലൂര് ഏത് ഹോസ്പിറ്റലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക, വെക്കേഷന് പോയി നിന്നതാ. എന്നിട്ട് അപ്പൊ എനിക്ക് എപ്പോഴും ഇതേപോലെ ചെവി ഇങ്ങനെ, ഇപ്പൊ പിന്നെ അതൊക്കെ കുറച്ചത് ഇങ്ങനെ കുത്തി കുത്തി അത് ഭയങ്കര ക്ലീൻ ആക്കൽ ഭയങ്കര കൂടുതലാണ്. ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെ ക്ലീൻ ആക്കൽ എനിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ നമുക്ക് ചെവിക്കുള്ളിലാണെങ്കിലും ഈ ഭാഷക്ക് പണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ്. എവിടെ നമ്മൾ ഈ ഓവർ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗുഡ് ബാക്ടീരിയ പോവും, ബാഡ് പോകുന്നത് മാത്രമല്ല ഗുഡും കൂടി പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ആ ഗുഡ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ പ്രാണികൾക്ക് അങ്ങോട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പ്രാണികളെ ഇങ്ങനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണത്. അതില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് കയറി പോകുന്നത്. എന്നിട്ട് ഇതെല്ലാം കുത്തി ഉള്ളിലാക്കി വെച്ചിട്ട് ഒരു വിധത്തിൽ ഞാൻ മറ്റേ ഇത് കുള്ളിൽ വെച്ചിട്ട് എടുക്കാൻ സമ്മതിക്കില്ല. ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കാണണം. അങ്ങനെ അവസാനം അനസ്തേഷ്യയൊക്കെ പിറ്റേന്ന് രാവിലെ പോയി അനസ്തേഷ്യയൊക്കെ തന്ന് ഫുള്ള് മൈക്കൊക്കെ കിടത്തി. അല്ലെങ്കിൽ ഞാൻ കൈ കാലം പിടിച്ചു വെച്ചിട്ട് അടങ്ങിയിരിക്കുള്ളൂ. ഇതിങ്ങനെ ഇങ്ങനെ ആക്കളെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 8ലുണ്ട് വെക്കേഷനാ. അപ്പോൾ പിന്നെ അനസ്തേഷ്യയൊക്കെ തന്ന് പിന്നെ എന്നിട്ട് വീട്ടിൽ മച്ചി ആരെ വിളിച്ചു തന്നു. ഞാനും മമ്മിയും നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളായിരുന്നു. അനസ്തേഷ്യയൊക്കെ തന്ന് ഇതൊക്കെ സർജറി ഇതിനകത്ത് മറ്റേ സാധനമൊക്കെ ഇട്ട് എല്ലാം എടുത്ത് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ ഇതാക്കി. അങ്ങനത്തെ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ നമ്മളുടെ കുടുംബ വീട് ഓട്ടതാ. എത്ര വർഷം പഴക്കൊണ്ട് 10-60-70 അതിനെക്കൊണ്ട് പഴക്കുണ്ടാവും കുടുംബ വീട്. അപ്പോൾ അതിൻ്റെ പക്ഷേ കുടുംബ വീട് ഓടാണെങ്കിലും അന്ന് എനിക്ക് ആ വയസ്സെടുത്ത് അങ്ങനെ ഒരു പുറത്ത് കുറേ ദൂരോട്ടാണ് കുളിമുറിയും ടോയ്ലറ്റും ഒക്കെ രണ്ട് സെപ്പറേറ്റാ. അതിൻ്റെ രണ്ട് വാർത്തതാ, നമ്മളുടെ കോൺക്രീറ്റ് ഇട്ടതാ. അത് ഓടോ ഓലയൊന്നും അല്ല, ആ കോൺക്രീറ്റ് ഇട്ട. അപ്പൊ അതിന്റെ മുകളിൽ മണൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഇട്ടതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ 4 പഠിക്കുമ്പോഴാണ്. എൻ്റെ ഓർമ്മകൾ ഇങ്ങനെയൊക്കെ ഉള്ളത്. അതിന്റെ മുകളില് അവിടെ ഏണി ചാരി വെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് ഏണിയിൽ കയറി അതിന്റെ മുകളിൽ കയറി ഭയങ്കര ഇഷ്ടമാണ്. ആകെ എത്ര 7 അടിയോ 8 അടിയോ ഉണ്ടെങ്കിൽ ഹൈറ്റ് 7 അടി അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ ഈ ലിൻഡിലിന്റെ അത്രല്ലേ ഹൈറ്റ് ഉള്ളൂ. അതിന് കൂടുതൽ ഹൈറ്റ് ഇല്ലല്ലോ. അപ്പൊ അത് ഈ വലിയ ഏണിയാ. 2 വലിയ മുളയിലെ ഈ ചക്ക ഇതാക്കാനും മറ്റൊരു മറിച്ചതിനൊക്കെ വലിയ മരത്തിൽ കയറാനുള്ള ഏണിയാ. അങ്ങനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. നല്ല ഇതാ. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞി കൈയൊക്കെ അല്ലേ, ഞാൻ ഇതിലിങ്ങനെ കയറി ഇരുന്നിട്ട് അതിലിരുന്നിട്ടാണ് പഠിക്കണത്. അതിലിരുന്നിട്ടാണ് രാവിലെ ബ്രഷ് ചെയ്യുന്നത്. അതിലിരുന്നിട്ട് ഒരു കപ്പ് വെള്ളം കൊണ്ട് ഇങ്ങനെ കയറും. അപ്പൊ എൻ്റെ ഗ്രാൻഡ്മാടെ ഉമ്മണ്ട് മുത്തശ്ശി, പുള്ളിക്കാരിക്ക് ഇതൊന്നും കാണാൻ തീരെ ഇഷ്ടമല്ല. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്ക് പറയും ഇങ്ങനെ അതിൽ കയറണതിലൊക്കെ. പെമ്പിള്ളേർ അതിനങ്ങനെ കയറാൻ പാടില്ല. പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങനെ കുറച്ച് ഇതുണ്ട്. പെമ്പിള്ളേർ മരത്തിൽ കയറാൻ പാടില്ല, പെമ്പിള്ളേർ അങ്ങനെ ചെയ്യാൻ പാടില്ല, പെമ്പിള്ളേർ ഇങ്ങനെ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ചെയ്യും, എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ. ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ട് അപ്പൊ അതിന്റെ മുകളിൽ പിന്നെ വെള്ളം നനയ്ക്കാൻ, അതിന്റെ മുകളിൽ വെള്ളം നനയ്ക്കാൻ കയറി വെള്ളം നനയ്ക്കണം. അപ്പൊ ബക്കറ്റും ഞാൻ ഇങ്ങനെ പകുതിയിൽ കയറുമ്പോൾ ഉമ്മച്ചി ഗ്രാൻഡ്മ എനിക്ക് ബക്കറ്റും വെള്ളം തരും. ഞാൻ അതിൽ കൊണ്ടുപോയി ഫുള്ള് ഇങ്ങനെ ഒഴിക്കും, തിരിച്ചിറങ്ങും. അത് പിന്നെ എനിക്ക് ശീലമായി രാവിലെ വൈകിട്ട് ഇങ്ങനെ അതിനുള്ളിൽ ഇങ്ങനെ മുകളിലോട്ട് കയറി ഇറങ്ങുക എന്നുള്ളത്. അങ്ങനെ അതിൽ പകുതിയിൽ ഇങ്ങനെ കയറി എന്നിട്ട് ആകെ എത്ര ഹൈറ്റുകള് കയറിന്നിട്ട് അത്ര വെയിറ്റ് ഇല്ലേ കയറി നിന്നിട്ട് അതിനിങ്ങനെ പിടിച്ചു കൊടുക്കും. നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുലുക്കി ഒരു ദിവസം കൊച്ചാഞ്ചി പുള്ളി എന്ന് പഠിച്ചോണ്ടിരിക്കും. എനിക്കൊരു തോന്നക്കല്
ഹൈസ്കൂളിൽ പഠിപ്പിക്കണോ അല്ലെ അത് അതിന് വേണ്ടിയിട്ട് PSC ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കുമോ വാച്ച് പിന്നെ ഫുൾ ടൈം പഠിപ്പിച്ചിട്ട് രാവിലെ പുലർച്ചെ 4 മണി തൊട്ട് രാത്രി പുള്ളി ഇന്നിപ്പോൾ ACP അപ്പോൾ ഫുൾ പഠിപ്പിച്ചിട്ടാ എപ്പോഴും മാമച്ചിയുടെ റൂം ജനലും തുറന്നിട്ടേ ഇങ്ങനെ സ്റ്റഡി ടൈമിൻ്റെ മുമ്പിൽ പഠിച്ചോണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഇതിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കി ഓരോ ഒറ്റ വീഴല് ബാക്കിലോട്ട്. ഞാനിപ്പോ ഇങ്ങനെ തമാശ രീതിയിൽ പറയണ വന്നൊക്കെ എന്റെ മനസ്സിലെ പേടി വീണതല്ല എന്റെ പ്രശ്നം. ഉമ്മച്ചി അങ്ങനെ എന്നെ എടുത്തിട്ട് പൊതിക്കും, എന്നെ ഫുൾ എന്നെ അടിച്ച് പഞ്ചറാക്കി കളയും. ഉമ്മ ഭയങ്കര ഇതാ ടെററാ. ഗ്രാൻഡ് മമ്മിയല്ല, മമ്മി ഗൾഫിലാ. ഗ്രാൻഡ് മാം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കുറെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പവാനി അമ്മമ്മ, കാലാശം, കുറെ സുശീല, അങ്ങനെ കുറെ അമ്മമ്മമാരുണ്ട്. അപ്പൊ അവർക്ക് ഉമ്മച്ചിയെ ഹെൽപ്പ് ചെയ്യാനുള്ളവർ, അവർക്ക് പശുവിന് പുല്ലും അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഉമ്മച്ചിയും പോകും. അപ്പോൾ മാമച്ചി ഓടി വന്നിട്ട്, ഞാനും മാമച്ചിയുള്ളൂ, മാമച്ചി പഠിക്കുക. അപ്പം ഈ സൗണ്ട് കേട്ടിട്ട് മാമച്ചി ഓടി വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അടിയിൽ ഇങ്ങനെ തവള ചത്തട ഇങ്ങനെ ഇതാക്കി അടി ലോറിന്റെ അടി കിടന്നടക്ക ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയതല്ലേ. ഈ ഏണി വന്നിട്ട് മാമച്ചി ഒരാൾക്കൊന്നും പിടിച്ചൊന്നും പൊക്കാൻ പറ്റില്ല. അമ്മ അതിന് വെയിറ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം എന്റെ ആൾക്കാർ എത്രത്തോളം ഉള്ളത്. ഇതിങ്ങനെ ബാക്കിലോട്ട് മറിയുമെന്ന് വിചാരിച്ചാൽ എനിക്കൊരു ബാലൻസിങ് ഉണ്ട്. ഈ ചെറിയ കസേരയിൽ ഇരിക്കുമ്പോഴേ എനിക്ക് ഫ്രണ്ട് ഇത് എവിടെയെങ്കിലും ചവിട്ടി ഇങ്ങനെ നിന്നിട്ട് ഫ്രണ്ട് ഇത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ആടലൊരു സ്വഭാവമുണ്ട്. പക്ഷെ അത് എനിക്ക് വീണിട്ടില്ല. വീണോ? ഇല്ലല്ലോ, വീണിട്ടില്ല. പ്ലാസ്റ്റിക് കസേരയിൽ ഏതിൽ കയറി നിന്നിട്ട് അതേപോലെ ഇങ്ങനെ ആട്ടിയിട്ട് കയ്യിൽ നിന്ന് പോയി ഇതിങ്ങനെ വന്ന് ഒറ്റ ഇതിങ്ങനെ ബാക്കിലോട്ടൊക്കെ വീഴുന്നത്. മാവച്ച് വരുമ്പോ ഞാനിങ്ങനെ വന്ന് കിടക്കണ അതിന്റെ മുകളിൽ കൂടി ഈ ഏണി ഇത്രയും എടുക്കാൻ പറ്റാത്ത എത്ര നീളം ഉണ്ടായ ഏണിക്ക് ഭയങ്കര നീളം. അവിടുത്തെ ആ പരിസരത്തല്ല ഇതിലും ഈ ഏണിയെ യൂസ് ചെയ്യല്. ഒരുപാട് പേര് എന്നിട്ട് വലിയ എടുക്കാൻ പറ്റാത്ത ഇത്ര ഉണ്ട്. ഓരോ അതിന്റെ ഒരു ഇതും ഇത്ര ഉണ്ട്. അങ്ങനെ ഇതാക്കിയിട്ട് കയർ വെച്ച് ചുറ്റി അങ്ങനെ ഉണ്ടാക്കി ഏണിയാ. അങ്ങനെ പച്ച മുളയോ അമ്മച്ചി എങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് മറിച്ചിട്ടിട്ട് എന്നോട് എണീച്ചിരിക്കാൻ പറഞ്ഞിട്ട് ആ 4th എക്സാമിന്റെ ആനുവൽ എക്സാമിന്റെ ടൈമില് സ്റ്റഡി പഠിക്കാൻ വേണ്ടിയിട്ട് ശനി ഞായറോ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ 1 2 3 പറഞ്ഞു. ഈ ഡെയിലി എക്സസൈസ് വെച്ചാൽ വാങ്ങിച്ച് ചെയ്യിപ്പിക്കും. അപ്പൊ ഇങ്ങനെ 1 2 3 ഇപ്പൊ പിന്നെ കൈ അനങ്ങുന്നില്ല, കൈ ഒരു വിധത്തിൽ അനങ്ങില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എനിക്ക് ഈ വിൽ പവർ ഭയങ്കര കൂടുതലാ. ഭയങ്കര ഞാൻ പിടിച്ചിട്ട് 1 2 ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് 3 എന്നിട്ട് ചാടാൻ പറഞ്ഞു, ഇതാക്കാൻ പറഞ്ഞു. ഇങ്ങനെ മറ്റേ എക്സസൈസ് കുറെ നമ്മൾ ഈ മൊബിലിറ്റി വാമപ്പിന്റെ കുറെ സാധനങ്ങൾ ചെയ്യും. ഇങ്ങനെയൊക്കെ കുറച്ച് കഴിയുമ്പോ കൈ അങ്ങോട്ട് വീർക്കാൻ തുടങ്ങി. വീർത്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത വേദന. അങ്ങനെ ഈ കൈയുടെ ഇതില് ഉമ്മച്ചി അടിച്ചാന്ന് എനിക്ക് അറിയത്തില്ല, അഴക്കൊരു നന്നായിട്ട് കൈ വീർത്തിട്ടാനൊക്കെ കൈയുടെ കുഴ തെറ്റിപ്പോയി. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെയാണ് തോന്നുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തെറ്റിപ്പോയതാണ്. ഇത് വന്നിട്ട് ഇതിന്റെ ഒരു ഈ ഏണിയുടെ ഇത് പിടിക്കുന്ന തന്നെ ഇവിടെ വന്ന് അടിച്ചത്, അത് തറയെ വന്ന് അടിച്ചതോ എന്താ. തറയിൽ നല്ല കല്ലും മണ്ണും ഉള്ള നല്ല കല്ല് ഇതൊക്കെ ഉള്ള തറയിൽ ഇങ്ങനെ വന്ന് മലന്നടിച്ച് വീണതാ. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ മരത്തിന്റെ മരുതിയോ ഏതൊക്കെ മരത്തിന്റെ എന്തൊക്കെ വെച്ചിട്ട് പൂച്ചിടും അങ്ങനെ എന്തോ പറയും. അതിങ്ങനെ ഇതാക്കിയിട്ട് അതും വേറെ എന്തൊക്കെ അരച്ച് ഇതാക്കിയിട്ട് ഇങ്ങനെ പൊത്തി ഇങ്ങനെ ഇതാക്കിയിടും. അങ്ങനെ കുറെ നാൾ അങ്ങനെ കൊണ്ടു കിടന്നു. എക്സാം ഒക്കെ പിന്നെ എനിക്ക് ഒറ്റയ്ക്കാൻ കൊണ്ടുണ്ടെങ്കിൽ എക്സാം ഒക്കെ എഴുതി തോന്നുന്നു. അങ്ങനെ കുഞ്ഞു മനസ്സിലായി. ഞാൻ തീരെ കുരുത്തക്കേടില്ലത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ പൊന്നൂനെ എങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് അടിക്കുമ്പോ വഴക്ക് പറയുമ്പോഴത്തേക്ക് വല്യാച്ചറിയും. അപ്പൊ ഞാനൊക്കെ ചെയ്ത വെച്ചാൽ കൊന്ന് കുഴിച്ചു പോടേണ്ടിയിരുന്നു. ഇങ്ങനെ കുഞ്ഞു ആൺകുട്ടികൾ എന്തൊക്കെ കുരുത്തക്കേടാണെങ്കിൽ ആ കുരുത്തക്കേടെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. പേരിന് വേണ്ടി മാത്രമേ പെങ്കൊച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. കുറെ നാളിത് ഇങ്ങനെ കൊണ്ടു കിടന്നു. പിന്നെ എന്തെങ്കിലും കഴുത്തി കൂടെ കെട്ടി പ്ലാസ്റ്റർ അല്ല ഇട്ടിരുന്നത്. ഈ സാധനം അവിടെ കൊണ്ടുവന്നപ്പോ മൂപ്പര് ഒരൊറ്റ തിരിച്ച് ഇങ്ങനെ ഒരു ഇടല്, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒറ്റ ഇടല്. അമ്മോ ജീവൻ പോയി. അപ്പോഴത്തെ കൈ ശരിയായി. പക്ഷെ അതൊന്നും ഇതായി വരാൻ വേണ്ടിയിട്ട് ഈ സാധനം എന്താ മരത്തിന്റെ കുറെ സാധനങ്ങളൊക്കെ അരച്ച് എന്താ എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ആരും അത് കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഈ റബ്ബറിന്റെ ഇടയിലും അല്ലാതെയൊക്കെ ആയിട്ട്. പറമ്പ് നിറച്ചും ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് മരങ്ങളും. പിന്നെ ഈ ആടിലോടകം മറ്റത് മറിച്ചത് മറ്റേ കൈതോന്നി ഇങ്ങനത്തെ എല്ലാ ഔഷധം ഇത് നാട്ടിൽ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എല്ലാ സ്ഥലവും റബ്ബർ മാത്രമല്ലേ. അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കുറേ ദിവസം അങ്ങനെ കൊണ്ടു കിടന്നു. ആരുടെങ്കിലും പറയാൻ പറ്റുമോ എന്താ പറ്റിയതുള്ളത്. കുളിമുറിയുടെ മുകളിൽ ഇതിന്. പിന്നെ എല്ലാവരും പറഞ്ഞേ. അപ്പൊ ഈ ഉമ്മച്ചിയുടെ ഗ്രാൻഡ്മാടെ ഉണ്ടല്ലോ മുത്തശ്ശി, പുള്ളിക്കാരി ഇങ്ങനെ വിശദീകരിച്ച് പറയും. ആര് വന്നു കഴിഞ്ഞാല് കയ്യിലിരിപ്പാണ് വീണതല്ല. അപ്പൊ എന്താ കൊച്ചിനെന്താ പറ്റി, ഇത്തിരിയുള്ളൂ, ഞാൻ ആകെ ഇത്തിരിയേ ഉള്ളൂ. നല്ല കളറൊക്കെ ഇട്ട് നല്ല ഉണ്ടത്തക്കടിയാ. അപ്പൊ ഇന്നത്തെ പോലെ ഇപ്പോഴല്ലേ ചിലപ്പോ ഒരു ദിവസം 1 ടൈം ഫുഡൊക്കെ ആയത്. അന്ന് നല്ല ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും.
അതനുസരിച്ച് കുരുത്തക്കേടും ഉണ്ട്. എന്നിട്ട് ഗ്രാമ പുള്ളിക്കാരി മുത്തശ്ശി എല്ലാവരും വരുമ്പോഴും വിശദീകരിച്ചിട്ട് പറയും അങ്ങനെയൊന്നും അല്ല വീണത്, ഇങ്ങനെയാണ് വീണത്, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയാണ്. പക്ഷെ പുള്ളിക്കാരി നേരിട്ട് കണ്ടിട്ടില്ല. കണ്ട് ഏകദേശം ഒരു ഊഹം ആവശ്യക്ക് മാത്രമല്ല. ആവശ്യം എങ്ങനെ വീണേന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ വെള്ളം ഒഴിക്കാൻ പോയപ്പോ വെള്ളം ഒഴിക്കണമെങ്കിൽ ബക്കറ്റും കപ്പൊക്കെ ഉണ്ട്. അതിനിടയിൽ ഓടിപ്പോയി വെള്ളം എടുക്കാനും ഞാൻ ഇങ്ങനെ കിടക്കില്ലേ. ബക്കറ്റും ഇന്നത്തെ പോലെ കാരണ സഹിതം തെളിവ് നശിപ്പിക്കണമെന്ന് അറിയത്തില്ലല്ലോ. വെള്ളം ഒഴിക്കാനാണെങ്കിൽ ബക്കറ്റും ഇതില്ല, ബക്കറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്റെ എന്റർടൈൻമെന്റ് അതാ. ഇങ്ങനെ സ്കൂൾ വിട്ടു വന്നാൽ നേരെ കയറുക, ഇതിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങുക അതിന്റെ ഇതിലൊക്കെ. അതൊക്കെ പിന്നെ അത് കുറച്ചുകൂടെ വലുതായിട്ട്. അപ്പൊ നമുക്ക് അന്ന് ഗേറ്റൊന്നുമില്ല വീട്ടിന്. ചെറിയ പിള്ളേരെ കടിക്കുക എന്നുള്ളത് അത് തീരെ ചെറുതില്ലേ. അത് എന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാല് എന്റെ കൂടെ പഠിച്ച അഖിലിന്റെ അനിയന്, അത് എനിക്ക് 3 വയസ്സായിട്ടുള്ളപ്പോഴാ മമ്മി ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കി കിടക്കണം. മമ്മി പറഞ്ഞ് ഇനി എനിക്ക് നമുക്ക് നീ ഇവിടെ നിന്നോ, ഞാൻ ഇതിനെ കൊണ്ടുപോകുന്ന പറഞ്ഞു. എനിക്ക് എന്റെ ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് അഖിലിന്റെ അനിയന് അലിയാമ്മ ഇപ്പോഴും കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ കടിച്ചെന്ന് പറിച്ചു വെച്ചോട്ട് എനിക്ക് ഭയങ്കര ഓ ഞാനവിടെ ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് കരഞ്ഞ് ജീവിക്കുന്നത്. ഇങ്ങനെ കുറേ ഉണ്ട് അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനെ കുഴ തിരിച്ചിട്ട് കൈയായി എക്സാം തന്നെ ടീച്ചർമാരെല്ലാരും സ്കൂളിൽ നിന്ന് വേറെ വീണ് ഇവിടെ 3 സ്റ്റിച്ച് ഉണ്ട് 4ാം ക്ലാസ് പഠിക്കുക. അത് എൻ്റെ അല്ല. അവ ഇപ്പൊ SI ആണെന്റെ എണ്ണമാണ് മഹേഷ്. SI ആണ്, പോലീസിലാവേ മഹേഷ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്കൂളിലെ സെക്കൻഡ് ഇത് അവനാ മഹേഷും പിന്നെ ഫസ്റ്റ് ലക്ഷ്മി, അവളിപ്പോ ഗൾഫിലാണ്. സെക്കൻഡ് മഹേഷ്. ഒന്നീ മഹേഷ് ഞാൻ ഒരേ ഇതിൽ വരും, അല്ലെങ്കിൽ മഹേഷ് സെക്കൻഡ് ഞാൻ തേർഡ്, അല്ലെങ്കിൽ മഹേഷ് ഞാൻ സെക്കൻഡ്. ഫസ്റ്റ് ലക്ഷ്മി എനിക്ക് സ്കൂളിൽ 1 to 4 വരെ പഠിച്ച സ്കൂളിൽ ലക്ഷ്മി എനിക്ക് കടത്തിയിട്ടിക്കാൻ പറ്റും. അവൾ നല്ല പഠിക്കും. അപ്പോൾ എനിക്ക് സെക്കൻഡിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഭയങ്കര കുഴപ്പം. ലക്ഷ്മി ഭയങ്കര പഠിപ്പിച്ച. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ബാക്കി ആക്ടിവിറ്റീസിലോട്ട് കൂടെ ചിന്ത പോകണമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുള്ളൂ. ബാക്കി സമയം സ്കൂളിൽ പഠിക്കുന്ന ശ്രദ്ധിക്കും, ട്യൂഷൻ പോകുമ്പോഴും ശ്രദ്ധിക്കും. ബാക്കി സമയം വീട്ടിൽ വന്നാൽ എനിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്യണ്ടേ. ഇതൊന്നുമല്ല, വേറെ ഒരുപാടുണ്ട്. പിന്നെ ഇത് കാണണം, സിനിമ ഭയങ്കര ജീവനാണ്. എനിക്ക് സിനിമ കാണാതെ പറ്റത്തില്ല. പിന്നെ എന്താ ഇത് അവൾ ടീച്ചറാണെന്ന് തോന്നുന്നു, അശ്വതി മഹേഷ് ഓടിച്ചിട്ട്. അപ്പൊ എനിക്ക് ഫുൾ പാവാട ഇട്ട് നടക്കൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഫുൾ പട്ടുപാവാട വീട്ടിൽ അരപ്പാവട മാത്രമേ തയ്ച്ചു തരുള്ളൂ. എനിക്ക് തീരെ ഇഷ്ടമില്ല. ഈ അരപ്പാവട ഇട്ടിട്ടിട്ട് മടുത്തു. അപ്പൊ പട്ടുപാവാട എല്ലാരും ഫുള്ളല്ലേ തയ്ക്കാം. അതും അങ്ങനെ ഉമ്മ 3/4 വരെ ആക്കാൻ സമ്മതിച്ചു. ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു എനിക്ക് ഫുള്ള് തന്നെ വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചുരുട്ടിയൊക്കെ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഫുള്ളാക്കി. അങ്ങനെ പട്ടുപാടയും കിട്ടി ലാലാലൊക്കെ കളിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കരുത്. ഭയങ്കര ഈ ഷോപ്പ് ഭയങ്കര സ്ട്രെസ് കോളിച്ചിടും. അന്ന് പട്ടുപാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിലൊക്കെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും അശ്വതിയെ ഈ മഹേഷ് ഓട്ടിച്ച് അശ്വതി വന്ന് എന്റെ പാവട ചവിട്ടി. ഞാൻ ഇങ്ങനെ ഇതാക്കിയപ്പോഴത്തേക്ക് ഈ പാവട ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ ആ പാവടയുടെ അടിയിൽ വന്ന് ചവിട്ടി. ഞാൻ ഇങ്ങനെ മുന്നോട്ടാഞ്ഞപ്പോൾ വന്ന് തറയിൽ വന്ന് ഇതേപോലെ കമിഴ്ന്ന് വീണിട്ട് പൊന്നൂൻ്റെ മൂക്കോട്ടി എന്നൊക്കെ ഇവിടെ ഇതാക്കി. പിന്നെ അന്ന് പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അങ്ങനെ സാറാശോകം മാമൻ അവിടെ ഗ്രോസറി ഒക്കെ പലവഞ്ഞന കട, ഫാൻസി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. പിന്നെ ഓരോ ബിസിനസ്സൊക്കെ ഭയങ്കര ഇതായിപ്പോയി. മലയമാമൻ പോലീസാ മഹേഷിന്റെ. ഇപ്പം നാട്ടിൻപുറമാകുമ്പോൾ ഇവിടത്തെ പോലെയല്ല, ഭയങ്കര എല്ലാവരും ഭയങ്കര സഹകരണം, ഭയങ്കര എല്ലാവരും ഒരു വീട്ടിലെ കുട്ടിയെ പോലെ. ഇപ്പോൾ ഞാനിപ്പോൾ അശോകമാമനാണെങ്കിൽ മണിമാമനൊക്കെ ഞാൻ അവരുടെ വീട്ടിലെ കുട്ടിയെ പോലെ. ഞാൻ പിന്നെ മമ്മിയൊക്കെ അവിടെ ഉണ്ട്, അവരോടൊക്കെ ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റുമാണ്. അപ്പോൾ എല്ലാവരും ഓടി വന്ന് എല്ലാവരും വിവരമൊക്കെ അറിയിച്ചാൽ പിന്നെ ഇതില്ലല്ലോ, ലാൻഡ് ഫോൺ മാത്രമേ മൊബൈലില്ലല്ലോ. ഒക്കെ ഓടിപ്പോയി അവിടെ ഇവിടെയൊക്കെ കിട്ടാവിട്ടല്ലേ. എന്നല്ലേ നമുക്ക് ഒരു 500 മീറ്റർ നടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് 5 കിലോമീറ്റർ മിനിറ്റ് കൊണ്ട് എല്ലാവരും ഓടിപ്പോയി എത്തുമല്ലോ. അങ്ങനെ പോയി പറഞ്ഞ് പ്രഭാകരനെ മടത്തറയല്ല കൊല്ലായിൽ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് തോന്നുന്നു, തൊട്ടപ്പുറം കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കൂടെ 3 സ്റ്റിച്ച് അങ്ങനെ ഇടിച്ച്. പക്ഷെ അതെന്റെ തെറ്റല്ല, ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും പിന്നീട് ഭയങ്കര സഹതാപമായി. അവരാണ് ഓടിയത്. പാവ അശ്വതി എല്ലാവരും എടുത്തിട്ട് ഇതാക്കി പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പോവാ, അച്ഛനെ പൈസ ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അശ്വതിയാ ഓർമ്മയുണ്ടാ? അശ്വതിയുടെ മക്കൾ പൊന്നൂന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എന്റെ കൂടെ പഠിച്ച കുറെ പിള്ളേരെ അവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ചില്ലേ എന്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞിട്ട്. അതിൽ അശ്വതി ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ വർഷം അശ്വതിയെ കാണുന്നത്. പൊന്നൂന്റെ സ്കൂളിലെ അശ്വതിയുടെ മക്കൾ പഠിക്കുന്നത് AG പബ്ലിക് സ്കൂളില്. അങ്ങനെ ഇതൊന്നുമല്ല, ഇനി ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ പൊന്നൂനൊക്കെ സത്യം എന്താ അനുഭവം ഉണ്ടല്ലേ. രാവിലെ വരുന്ന സ്കൂൾ ബസ്സിൽ കയറണം, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരണം, റീല് കാണുന്നു. റീല് കാണുന്നു.
അല്ലാതെ ഒരു ഇത് പറയാനായിട്ട് ഇതാക്കാനായിട്ട് പൊന്നോന് മാത്രമല്ല, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ മാമച്ചിയുടെ മക്കൾക്ക് അപ്പം പുഷ്പാക്ക് ഫാത്തിമക്ക് ആർക്കും ഒന്നുമില്ല പറയാ. എല്ലാവരുടെയും കൂടെ അനുഭവങ്ങൾ എനിക്ക് ഒരാൾക്കുണ്ട്, ഒറ്റയ്ക്ക് ഇനിയുണ്ട്, കുറെ ഉണ്ട്. പിന്നെ പശുവിന്റെ തൊഴുത്തുണ്ട്, അതായിപ്പോ ഷെഡ്, അത് പിന്നെ വീടാക്കിയിട്ട് അത് പിന്നെ ഫുള്ള് മാറ്റി വീടാക്കിയിട്ട് ഇപ്പൊ അത് റെന്റിന് കൊടുത്തു കുടുംബ വീട്ടിന്റെ അവിടെ. കുടുംബ വീട് പൊളിച്ചില്ല. അപ്പോ അവിടെ കയറി നിന്നിട്ട് അത് സാധാ തൊഴുത്ത് കണക്കല്ല, ഒരു ഇത് കണക്കാ റൂമുകൾ കെട്ടാനുള്ള രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ടിട്ടാണ് അന്ന് ആ തൊഴുത്ത് അത് കെട്ടിയത് തന്നെ. പശുവിന്റെ നമ്മളവിടെ കളിയിലെന്ന് പറയും. അങ്ങനെ ആ സാധനം അതിന്റെ അപ്പൊ ആ നാട്ടിൽ എല്ലാ പിള്ളേരും അവിടെ കളിക്കാൻ വരും, എന്റെ വീട്ടിൽ കളിക്കാൻ വരും. അപ്പോൾ അപ്പുറത്ത് അവരൊക്കെ ഇപ്പൊ വലിയ കൊച്ചുങ്ങളായി, വലിയ മക്കളൊക്കെ ആയി അവർക്കൊക്കെ. എനിക്ക് 2 വയസ്സല്ലേ, ഏതാ 10-30 വയസ്സൊക്കെ ഉണ്ടാവും റംസിക്കൊക്കെ. എന്നെക്കാട്ടി അവള് ഒരു 2 വയസ്സ് 2 വയസ്സാ. പിന്നെ ഈ ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ അൻസിക്കും ഉണ്ടാവും 10-28 വയസ്സൊക്കെ ഉണ്ടാവും ഒരിക്കും ഇപ്പൊ. എന്നിട്ട് ആൾക്കാർ പോകുമ്പോഴത്തേക്ക് കൂക്കിടും. അപ്പൊ ഇത്ര മതിലുണ്ട് അതില്. ഈ കളിയില് റോഡ് നമ്മളുടെ അത് ഫുള്ള് ഇതാ കട്ടിങ്, ഇപ്പൊ ടാർട്ട റോഡാണത്. അപ്പൊ ആ സൈഡിലായിട്ടാണ് ഇതിങ്ങനെ മതിലാണെങ്കിൽ ഇപ്പുറത്തെ റോഡാണ് ഇങ്ങനെ. അപ്പൊ അവിടെ ഇപ്പൊ ആ ഷെഡ് വീട് ഇതാക്കി വെച്ചിരിക്കുന്നത്, മറ്റേ വീട് ഇപ്പൊ ആ വാടക കൊടുത്തിരിക്കുന്ന വീട്. അപ്പൊ അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കയറി നിൽക്കും. അപ്പൊ ഈ പശുവിനെ പുല്ലിടാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തിട്ടപ്പുറം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പുറത്താ പുല്ലിടണേ. അപ്പൊ അവിടെ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ കയറി നിന്നിട്ട് പശു ഇല്ലാത്ത സമയത്ത് അവിടെ ഇങ്ങനെ കയറി ഇതിങ്ങനെ പൊക്കിയിരിക്കും. ആരെങ്കിലും പറഞ്ഞത് വരുന്നേ കാണും. വരുമ്പോഴത്തേക്കും അവരിങ്ങനെ താഴ്ചിട്ട് ഇതൊക്കെ അവിടെ താഴ്ത്തിരിക്കും, വീണ്ടും നോക്കണം, വീണ്ടും ഇതാക്കും. അങ്ങനെ ഉണ്ട്. പിന്നെ മദ്രസ പോകുമ്പോഴുള്ള ഓരോ അമ്മോ. അത് നസീർ, അവളിപ്പോ പോലീസാണ്. മാങ്ങക്കറിയും സ്കൂൾ വിട്ട് വരുമ്പോ മാൻകറിയെന്നല്ല, അത് നമ്മളുടെ ഇവിടെ മാപ്പിളൈ സാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. കൊച്ച് റിനി സക്കറി എന്റെ കൂടെ പഠിച്ചതാ 4 വരെ. അപ്പം അവളുടെ വീട്ടില് സപ്പോർട്ടാ, നമ്മളായിട്ട് സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ അമ്പയ്ക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സപ്പോർട്ടൊക്കെ അവളുടെ വീട്ടിൽ ആ വീട്ടിൽ ഇല്ലാത്തതൊന്നുമില്ല. പുള്ളി അവര് പറയുന്ന മാപ്പിളൈ സാറെന്നാ. അവര് ക്രിസ്ത്യൻസാ, എന്നോട് പഠിച്ചതാ അവള്. അപ്പൊ അവര് പിന്നെ അവിടെ എന്താ റെന്റിന് കൊടുത്തിട്ട് പോയി, അവിടെ ഇല്ല എന്തോ ആണ്. അപ്പൊ നമ്മള് മദ്രസയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് മതില് ചാടി അവിടെ കയറുന്നത് ഞാന് നസീല, പിന്നെ ഷെമീനക്ക് ഇപ്പൊ 5-6 മക്കളെ. അവള് മുജാഹിദൊക്കെ, അവളുടെ ഹസ്ബൻഡ് മുജാഹിദാണ്. കല്യാണം കഴിച്ചവൾക്ക് പറഞ്ഞ കെട്ട് വേറെ ലെവലായി അവള്. പിന്നെ ചെബിച്ച പറഞ്ഞുണ്ടായിരുന്നു, അവള് ദുബൈയിലായിരുന്നു, ഇപ്പൊ നാട്ടില് ആണ് ടിൻസ് കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, നമ്മള് കൂടുതലായിട്ടുള്ള വേറെ അന്ന് 4 പേര്, പിന്നെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഒരാൾ നോക്കും, ഞാൻ മുകളിൽ കയറിട്ട് പറിക്കും അങ്ങനെ. എന്നിട്ട് നസീലയുടെ ബ്രദറുണ്ട്, പുള്ളി നല്ല പ്രായമുണ്ട്. നമ്മൾ 3-ലും 4-ലും 5-ലൊക്കെ പഠിക്കല്ലേ. പക്ഷെ പുള്ളി നല്ല പിന്നെ 10-20 വയസ്സുണ്ടാവുമായിരിക്കാം, കാരണം നമ്മളെക്കാട്ടി നല്ല പുള്ളിക്കാരന് ഭയങ്കര കുറച്ച് ഇതായിട്ടാണ്. അപ്പൊ പുള്ളി വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മൾ വാ തുറക്കാൻ പറയും. പിന്നെ അവിടെ പുളിയുണ്ട്, പുളി, പച്ചപ്പുളി, പിന്നെ കാട്ടുനെല്ലിക്ക, ഈ സാധനമില്ലേ, ഈ സാധനം ഇത് പിന്നെ മാങ്ങ കംപ്ലീറ്റ്. അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. അവിടെ നിന്ന് പോയിട്ടൊക്കെ ഇതാക്കിയിട്ട് എല്ലാ സ്ഥലത്തും നമുക്കറിയാം, വീടുകളിൽ ആ പരിസരങ്ങളിൽ ഏതൊക്കെ വീടുകളിൽ ഇതുപോലത്തെ കരികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ട് കുള്ളതാക്കിയിട്ട് വരാൻ പറ്റില്ല, മുഖത്ത് കിടണം, നാക്കിന്റെ വായൊക്കെ കഴുകിയിട്ട്. കാരണം ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്, ഭയങ്കര എന്നെ എല്ലാവരും തുല്യമായിട്ടൊക്കെ വീതിച്ചെടുത്ത് ഒരു വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ സ്കൂളിലൊക്കെ രാവിലെ അത് കഴിഞ്ഞാൽ ശനി ഞായർക്ക് നമുക്ക് മദ്രസ ഭക്ഷണം ട്യൂഷനും. എന്നിട്ട് ബാക്കി നീട്ടാൻ പറയും, ബാക്കിൽ പുളിയുടെ അടയാളം ഉണ്ടാ, എന്നിട്ട് പറയും സ്മെല്ലുണ്ട്. എന്നിട്ട് കൈ കാലൊക്കെ നമ്മൾ നല്ലതായിട്ട് ചെക്ക് ചെയ്യും. അതിൽ ആ ജമീജന്മാർ മാത്രമുള്ള കറുത്തിട്ട്, ബാക്കി എല്ലാവരും വെളുത്തിട്ടല്ലോ എടുത്തിട്ട്. അപ്പൊ കയ്യിലൊക്കെ എന്തെങ്കിലും പറ്റിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഭയങ്കരമായിട്ട്. ഇന്നിപ്പോ ഈ ടാനൊന്നും ഒന്നില്ലല്ലോ പറ്റുന്നു. അപ്പൊ പെട്ടെന്ന് എവിടെയെങ്കിലും പുളിയുടെ അംശമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കായിരിക്കില്ലേ, മണ്ണയിലൊക്കെ വലിഞ്ഞു കയറുന്നതല്ലേ, എന്തെങ്കിലും അവശേഷിപ്പിക്കാതെ വെച്ചിരിക്കത്തില്ലല്ലോ. പിടിക്കും, ചില ദിവസങ്ങളിൽ പിടിക്കും, ചില ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെ സ്കിപ്പാവും. ഭയങ്കര ഐക്യമായിരുന്നു, നമ്മള് ഒറ്റയൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ കുറെ ഉണ്ട്. ഇതൊന്നും അല്ല വർഷം, ഇതിപ്പോ 10-25 വർഷം, 25 വർഷം കഴിഞ്ഞില്ലേ. എന്തെല്ലാം അനുഭവങ്ങളാ, എന്തുമാത്രം. ഇന്നിപ്പോ എല്ലാരും അവളിപ്പോ പോലീസാ, അവളുടെ ഹസ്ബൻഡ് പോലീസാ, നസീലയുടെ അവളും പോലീസാ. കല്യാണം കഴിഞ്ഞ ശേഷം പുള്ളി അങ്ങനെ നല്ല രസമായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോ ഞാൻ തന്നെയുണ്ടോ അതൊക്കെ. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. ആര് ബച്ചിക്കാന്ന് 1.5 ബിരിയാണി ഞാൻ ഹാഫ് പറഞ്ഞതിന് ഞാൻ ക്വാർട്ടറേ കഴിച്ചിട്ടുള്ളൂ. ക്വാർട്ടറും കഴിച്ചിട്ടില്ല, അതും കൂടി നീയാ കഴിച്ചത്.
ഒരു ഫുൾ ബിരിയാണി എന്റെ ഹാഫിന്റെ പകുതി ക്വാർട്ടറും കൊണ്ട് ഞാൻ കഴിച്ചത്. 1.5 ബിരിയാണി. അത് നല്ല ഉച്ചക്കല്ലേ. പിന്നെ സലാമിന്ന് ഇറച്ചി ചോറുന്നതാല് ഞാൻ ആ കപ്പ മേടിച്ചിട്ട് ഞാനൊരു 10% പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഭയങ്കര വിശപ്പ്. വീട്ടിൽ വന്ന കാലം കഴിയിട്ട് ഫുള്ള് ഇതായിട്ട് നല്ല കുട്ടിയായിട്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. പിന്നെ അന്നൊന്നും പിന്നെ വേറൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എല്ലാ വീട്ടിലെ കുട്ടികളും ആരും കണ്ടാലും വിചാരിക്കും ഒറ്റ വീട്ടിൽ നിന്ന് വരണം എന്നൊക്കെ തോന്നാം. ഏതൊക്കെ വീട്ടിൽ നിന്നാണ് ഇപ്പം അഖിലും അമലും അവര് ചേട്ടനും അനിയനാണെങ്കിലും അങ്ങനെയല്ല തോന്നാം. അവരായിരിക്കും ഒരു വീട്ടിൽ നിന്ന്. അങ്ങനെയല്ല, ഇതിൽ ആരൊക്കെ ഏതൊക്കെ വീട്ടിൽ നിന്ന് വരണമെന്ന് അറിയത്തില്ല. എല്ലാം ഒരു വീട്ടിൽ നിന്ന് വരുന്ന മക്കളായിട്ടാ ഫീൽ ചെയ്യുക. അങ്ങനെ കുഞ്ഞിലെ നമ്മൾ വളർന്നതും കളിച്ചതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ചമ്മണം പൂട്ടിയിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ സിനിമ കാണല്. ദൂരദർശനിൽ 4 മണിക്ക് സിനിമ ഉണ്ട്. അതിങ്ങനെ നമ്മൾ അഖിലിന്റെ വീട്ടിലെ പോയിരുന്നൊരു സിനിമ കാണല്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ മാറ്റം വിജയമാമ TV ഇതാക്കിയിട്ടുള്ളൂ, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്റെ ഈ ലോകം മുഴുവൻ ഓടിയിരുന്നുള്ള സിനിമകളൊക്കെ കാരണം വീട്ടിൽ ഞാൻ 10ാം ക്ലാസ് എഴുതിയത് അന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ ഇവിടെ 10ാം ക്ലാസ് എഴുതിയത് കേബിൾ എടുക്കൂല, 10ാം ക്ലാസ് എഴുതിയത് TV എടുക്കൂല എന്നൊക്കെ പറഞ്ഞ വീടാ. ഇന്നിപ്പോ ജനിച്ച് വീണ പിള്ളേരുടെ കയ്യില് ഇല്ലാത്തതൊന്നുമില്ല. മൊബൈൽ തൊട്ട് 5G മൊബൈൽ തൊട്ട് എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ചമ്മം പൊട്ടിയിരിക്കും. എന്നിട്ട് അങ്ങോട്ട് തൊട്ട് ഇങ്ങോട്ട് ഫുൾ ആൾക്കാരൊക്കെ നമ്മളെല്ലാം കൂടെ എന്നിട്ട് സിനിമ കാണാം. 7ാം ക്ലാസ് വരെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ലൈഫ്. പിന്നെ അവിടെ അങ്ങോട്ട് മാറിപ്പോയി, ചേച്ചിയായി. പിന്നെ ലൈഫ് മൊത്തത്തിലൊരു പിന്നെ ഇതായിപ്പോയി ലൈഫ്. +2 പഠിക്കുമ്പോഴത്തേക്കല്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ ഫോണൊക്കെ. 10ാം ക്ലാസ്സിലാകുമ്പോൾ ഫോണൊക്കെ ആയല്ലോ. 7ാം ക്ലാസ് വരെ വേറൊരു ലൈഫായിരുന്നു. ശരിക്ക് നമ്മുടെ ജനറേഷനാണ് എല്ലാം അനുഭവിക്കാൻ പറ്റിയത് അവസാനമായിട്ട്. അതിനുശേഷമുള്ളവർക്ക് പറ്റിയിട്ടില്ലല്ലേ. 10ാം ക്ലാസ്സിന് മുമ്പ് വേറൊരു ലൈഫ്, ഒരു പുരാതന യുഗവും 10ാം ക്ലാസ്സിന് ശേഷം ആധുനിക യുഗം. അതായത് പണ്ടത്തെ മണ്ണെണ്ണ വിളക്കിലുള്ള ഇതും അതിനുശേഷമുള്ള കറണ്ടും അത് രണ്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റി. അതുപോലെ മൊബൈലിന്റെ തുടക്കമൊക്കെ നമ്മുടെ സമയത്തായിരുന്നു. സാധാ മൊബൈലിന്റെ തുടക്കം അത് ആൻഡ്രോയിഡിന്റെ എല്ലാം നമ്മളിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ജനറേഷനാണ് ഏറ്റവും എല്ലാം. പണ്ടത്തെ ജനറേഷനാണെങ്കിൽ അവരുടെ മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമുള്ളവരാണ് ഈ ന്യൂ ജനറേഷന് ഇപ്പോഴത്തെ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എല്ലാം രണ്ടും പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ പറയാനിരുന്ന ഇതുപോലത്തെ എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉള്ളൂ എന്റെ കുഞ്ഞിലത്തെ കാര്യം പറയുമ്പോഴത്തേക്ക്. കാരണം ലൈഫുമായിട്ട് ഇപ്പോഴത്തെ ലൈഫുമായിട്ടുള്ള ഭയങ്കര എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എനിക്ക് മാത്രമല്ല കേട്ടോ അത്. വീട്ടില് ഇപ്പൊ ബുഷാക്ക് ഫാത്തിമ കൊട്ടൂല, അവൾക്ക് അവിടെ ആയിരുന്നല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരിയൊക്കെ അവൾക്ക് കിട്ടിപ്പോയേനായിരുന്നു. പക്ഷെ അവള് ഫുള്ളും അവിടെ തന്നെയായിരുന്നു. അവർ രണ്ടും ജനിച്ചതും പഠിച്ചതെല്ലാം അവിടെ ആയിരുന്നോണ്ട് ഒന്നുമില്ല. വല്ലപ്പോഴും വരുമ്പോൾ വെക്കേഷൻ വരുമ്പോഴല്ലേ ഇതില്ല. ആർക്കും ഉണ്ടില്ല വീട്ടിൽ, വേറെ ആർക്കും ഈ ഒരു അനുഭവവും ഇല്ല. വേറെ കസിൻ മാമച്ചിട്ട് മക്കൾക്കോ അപ്പൊ ആർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ പൊന്നിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ചക്കക്കാലാകുമ്പോൾ ഭയങ്കര പോലെ ചക്ക ഇങ്ങനെ ഇതുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കിടന്നിരുന്ന് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കും. അങ്ങനെ എനിക്ക് ചെറുതാണെങ്കിൽ എനിക്ക് വലിയ ആൾക്കാർക്ക് പണിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ ചക്ക വെട്ടിയിട്ട് അപ്പൊ ഈ ചക്ക പകുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കും. അപ്പൊ ഉമ്മ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എടുത്തിട്ട് ഇതിങ്ങനെ കൂമ്പാരം കൂട്ടി ചക്ക ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇപ്പൊ അറിയത്തില്ല. എന്നാലും ഞാൻ കൈ വെക്കണത് കാരണം ഈ ഓർഡർലെസ് ആയിട്ട് ചെയ്താണിപ്പോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ വെട്ടിയത് അതാ. ഇതുണ്ടാ എങ്ങനെ ഇങ്ങനെ 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 ചക്ക അതായത് ഇങ്ങനെ ഇവിടെ നിന്നൊരു ഇത് കണ്ട ഇത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് വേറൊരു ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ചക്ക ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടി അവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അപ്പൊ അതിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും വേറെ ഇങ്ങനെ 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 കൊത്തിയരിച്ച് പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ആ കുറെ പ്ലാവുകൾ എല്ലാവരും മമ്മിയുടെ വീട്ടിലത്തേക്ക് എന്റെ ഒരിടത്ത് നിന്നുള്ളതാണ്. മാമച്ചിയുടേത് മുഴുവൻ പ്ലാവുകളും പോയി. ഇപ്പൊ കുറച്ചാണ്ടേ ഉള്ളൂ. എല്ലാ വീടുകളിലോട്ട് ഡോറിനും അനുവിനൊക്കെ എടുത്തിട്ട് ഈ പ്ലാവുകളെല്ലാം അവിടെ നമുക്കിത് ചക്ക തന്നോണ്ടിരിക്കണില്ല. അപ്പൊ ഈ സാധനം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെട്ടി അന്ന് നഖമൊന്നും വളർത്തുന്ന പരിപാടി ഇല്ലല്ലോ. വെട്ടി കയ്യിലങ്ങ് വെട്ടിപ്പോയി. ഈ സാധനം ഇതാ കണ്ടോ, ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ തൂങ്ങിപ്പോയി. പറയാൻ പറ്റുമോ ആർക്കും? എനിക്ക് പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്റെ കയ്യിരിപ്പ് കാരണം ഉണ്ടാക്കുന്നതായോണ്ട് ഇതാക്കാം. മമ്മിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കും. മമ്മി ഭയങ്കര കുറച്ച് സോഫ്റ്റ്. അപ്പൊ ഒക്കെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണുടഞ്ഞാലും എന്തെങ്കിലും പറ്റിയാലോ അയ്യോ പറ്റിയോ അങ്ങനെയാണ് പോട്ട് ഇതാക്കി. പക്ഷെ ഉമ്മച്ചി അങ്ങനെയല്ല. കാരണം അങ്ങനെയല്ല, 2 അടി കൂടെ തരും. കയ്യിലിരിപ്പ് കാണിച്ചിട്ടല്ലേന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ പോയിട്ട്
ഈ മറ്റേ മുത്തശ്ശിയുടെ പുള്ളിക്കാരിയുടെ പഴയ ഏതൊക്കെ എടുത്തോണ്ടൊക്കെ ചുറ്റിയൊക്കെ കെട്ടി എന്തൊക്കെ ആക്കി വേറൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല, ഈ മഞ്ഞപ്പൊടി ഇടാനോ വേറൊന്നും ചെയ്യാനോ അറിയില്ല, കഴുകിയിട്ട് ആക്കിയിട്ട് ഇങ്ങനെ സഹിച്ച് പിടിച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസം പഴുക്കാൻ എന്തോ തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു അതുവരെ വേദന കടിച്ചു പിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഉമ്മ എടുത്തിട്ട് ഉടഞ്ഞളയും. ഇതല്ല ഉമ്മക്ക് പ്രശ്നം, ഉമ്മ പോയപ്പോ എന്തിന് ഈ പണി ചെയ്തു. കാരണം ഈ കത്തിയൊന്നും തരത്തില്ല, കത്തി നമ്മളെ കാണാത്ത സ്ഥലത്ത് എടുത്ത് വെക്കല്, കാണാത്ത സ്ഥലത്തൊക്കെ. ഞാൻ എനിക്ക് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അമ്മിയിൽ അരയ്ക്കുക അതിപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പലകയുണ്ട് നമുക്ക്, അന്നൊക്കെ തറയിലിരിക്കാൻ പലകകളുണ്ട്. ഇതിന് പകരം ഇങ്ങനത്തെ സാധനല്ലേ, ഇതിന് പകരം ഈ സാധനല്ലേ, ഇതിന് പകരം തടിയിലെ പലകകൾ ഉണ്ടാവും ഈ തറയിലിരിക്കാനായിട്ട്. അപ്പൊ അതിലിരുന്നിട്ടാണ് ഇങ്ങനെ, നാളെ ഇത്തിരിയേ ഉള്ളൂ, പക്ഷെ കയ്യിലിരിപ്പൊക്കെ എനിക്ക് എവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ നല്ല രസം ഇങ്ങനെ കട്ട് ചെയ്ത് അതിനിങ്ങനെ ചാക്കുകളിലായിട്ട് കുമ്പാരമായിട്ട് കട്ട് ചെയ്ത് മാറ്റി പശുവിന് ഇങ്ങനെ പല സമയത്തായിട്ട് ഇങ്ങനെ കൊടുക്കും. അതിന്റെ ഓർമ്മ എത്ര വർഷമായി അറിയോ ഇത്? 8, 18, 28, ഒരു 10-26 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. ഇങ്ങനെ പക്ഷെ ഇപ്പോഴും അടയാളം അങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ അടയാളം. മറ്റത് പിന്നെ ഇതില്ല. പിന്നെ വേറെ ഇങ്ങനെ ഓരോന്ന് ഞാൻ ആലോചിച്ചെടുക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട് പറയാനായിട്ട്. ഞാൻ എന്ത് പാവരുന്നത്. പക്ഷെ വീട്ടിനകത്ത് കരച്ചില് വിളി ബഹളം ഇതാക്കല് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കലും അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് ദുർവാശി ഇല്ലാതെ ദുർവാശി അങ്ങനെ ഉണ്ടാകുമ്പോ വലിച്ചു കയറി ഭിത്തി ഒട്ടിച്ചത് അവർക്ക് എനിക്ക് അങ്ങനൊന്നുമില്ല. ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കൂല, ആൾക്കാരുടെ മുമ്പിൽ കിടന്നിട്ട് കരഞ്ഞു വിളിച്ച് വാശി അങ്ങനെയാണെങ്കിൽ ഉമ്മ കൊന്നുകളയും. അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പൊന്നൂനെ അതുപോലെ അങ്ങനെ വളർത്തിയത്, എന്നെ എങ്ങനെയാണ് വളർത്തിയത് അതുപോലെ. അമ്മ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റും ആയിരുന്നു. അങ്ങനെ അമ്മ മീൻസ് ഗ്രാൻഡ് പുള്ളിക്കാരുടെ കൂടെ എന്നിട്ട് ചെന്ന് പൊന്നോന് ഭയങ്കര ഫ്രീഡം കൊടുക്കും. എനിക്കൊന്നും ഒരു ഫ്രീഡം തന്നിട്ടില്ല. ഇത് മമ്മിയുണ്ടോ എന്നത് ചെയ്ത് തയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ മാത്രമേ വീട്ടിൽ ചെറിയ കുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ വേറെ ആരും ഇല്ലല്ലോ. ഞാനൊരു 10ാം ക്ലാസ് വരെ ഞാൻ വീട്ടിൽ കൊച്ചായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷഹനൊക്കെ ഉണ്ടായെങ്കിലും അവരൊക്കെ ഓരോരുത്തർ ഒരു സ്ഥലത്തല്ലേ. അപ്പോൾ വീട്ടിൽ നാട്ടുകാരും വന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഭയങ്കര കാര്യമാണ്, എല്ലാവരും ഭയങ്കര ഇതാക്കി. പിന്നെ എല്ലാ വീട്ടിലും എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്. എല്ലാ വീട്ടിലും വീട്ടിൽ ചേരാൻ അടുക്കള കയറി ഇതുപോലെ സ്റ്റാബിൽ എടുത്ത് കഴിക്കാം. എല്ലാവരും അവർ കഴിച്ചോണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള വാരി തരും. അങ്ങനെയൊക്കെ ഉള്ള അതിപ്പോഴും അങ്ങനെയുണ്ട്, അപ്പോഴും അങ്ങനെയുണ്ട്. അന്ന് മമ്മി എഴുതിയില്ലേ, മഹിത മമ്മി എഴുതിയില്ലേ +2 ഗൾഫിൽ +2 അടിക്കുമ്പോ ഞാനും വാരി തന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അങ്ങനെയൊക്കെ ആയത്. ഭയങ്കര ആക്റ്റീവായിരുന്നു. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരോടും ഭയങ്കര കളിക്കൊടുക്കുകയാണ്, ചിരിക്കൊടുക്കുകയാണ്, എല്ലാവരോടും ഇങ്ങനെ കാര്യമൊക്കെ പറയും. ഇപ്പോഴല്ലേ ഇങ്ങനെ ഉൾവലിഞ്ഞു പോയത്. ഒരു 10-12 വർഷം കൊണ്ടാണ് ഇങ്ങനെ ഉൾവലിഞ്ഞു പോയി. വേറെ ലൈഫൊക്കെ വേറെ ലെവലായി ഒക്കെ കട്ട്